എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേവതി. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാമത്തെ അധ്യായമാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ കഥകൾ എത്ര പറഞ്ഞാലും മതി വരില്ല, എത്ര കേട്ടാലും മതി വരില്ല. അത്രയ്ക്കും ഭക്തി ഏറുന്ന കഥകളും ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെയാണ് ഗുരുവായൂരപ്പനെ സംബന്ധിച്ചുള്ളത്. ഭഗവാന്റെ അത്ഭുതങ്ങൾ, ലീലകൾ പറഞ്ഞാൽ തീരില്ല അല്ലേ? അപ്പം ഗുരുവായൂരപ്പനെ സംബന്ധിച്ചുള്ള ഒരു കഥയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒരു നിഷ്കളങ്കനായ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ കഥയാണ്. നെന്മിനി മന എന്ന് പറയുന്നൊരു മനയിൽ അച്ഛൻ നമ്പൂതിരി ഗുരുവായൂർ മേൽശാന്തിയായിരിക്കെ നടന്ന ഒരു കഥയാണ്. അപ്പം ഈ ഉണ്ണി നമ്പൂതിരി 12 വയസ്സുകാരനായ ഒരു നിഷ്കളങ്കനായ ഉണ്ണി നമ്പൂതിരിയുടെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു ഗുരുവായൂർ മേൽശാന്തി ആ ഒരു സമയത്ത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗുരുവായൂർ മേൽശാന്തിയാണ് ഭഗവാന്റെ കാര്യങ്ങളും പൂജകളും എല്ലാം ചെയ്യേണ്ടത്. ഒരു ദിവസം ഗുരുവായൂർ മേൽശാന്തിയായ അച്ഛൻ നമ്പൂതിരിക്ക് ഒരു അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടി വരിക ഉണ്ടായി. അപ്പോൾ ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ പൂജ മുടക്കാൻ കഴിയില്ലല്ലോ, കീഴ്ശാന്തിമാരൊന്നും ഉണ്ടായിരുന്നില്ല. നിവർത്തികേട് കൊണ്ട് മേൽശാന്തി തൻ്റെ മകനായ ഉണ്ണി നമ്പൂതിരിയോട് പൂജകൾ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉണ്ണി നമ്പൂതിരിയാണ് കാര്യങ്ങളൊക്കെ, ഭഗവാന്റെ പൂജകളൊക്കെ അറിയാവുന്ന ഭക്തിയുള്ള ഉണ്ണി നമ്പൂതിരിയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം, പൂജാവിധികളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് മേൽശാന്തി പോയത്. അന്ന് ഉണ്ണി നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിനുള്ളിൽ വരികയും എല്ലാ പൂജാവിധികൾ ചെയ്യുകയും ഭഗവാന് മലർ നിവേദ്യവും കാര്യങ്ങളെല്ലാം നിവേദിച്ച് പൂജകളൊക്കെ ചെയ്തു. അപ്പോഴാണ് ഈ ഉണ്ണി നമ്പൂതിരി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഭഗവാന് നിവേദിച്ച ചോറ് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അതായത് ഉണ്ണി നമ്പൂതിരിയുടെ വിചാരം, അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ആ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വിചാരം ഭഗവാൻ നേരിട്ട് വന്ന് നിവേദിച്ചോറ് ഉണ്ണുമെന്നായിരുന്നു. അങ്ങനെ കുറേ നേരം നോക്കിയിട്ടും ഭഗവാൻ വന്ന് നിവേദിച്ചോറ് കഴിക്കുന്നില്ല. നിവേദിച്ചോറ് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഉണ്ണി തിരുമേനിക്ക് സങ്കടമായി. ആള് വിചാരിച്ചു, ഉണ്ണിത്തിരുമേനി വിചാരിക്കുകയാണ്, ഭഗവാന് കറിയോ മറ്റോ ഇല്ലാത്തതുകൊണ്ടാണ് ഭഗവാൻ ഉണ്ണാത്തത്. ഈ വെള്ളച്ചോറ് മാത്രം എങ്ങനെ ഭഗവാൻ കഴിക്കാനാണ്? ആ ഒരു വിചാരത്തിൽ ഉണ്ണിത്തിരുമേനി പോയി ഉപ്പും മാങ്ങയും സംഭാരവും കൊണ്ടുവന്ന് അതിനൊപ്പം കുഴച്ച് വെച്ചു. ഇനിയെങ്കിലും ഭഗവാൻ രുചിയോടെ ഒന്ന് കഴിക്കട്ടെ, രുചിയില്ലാത്തതുകൊണ്ടായിരിക്കും ഭഗവാൻ കഴിക്കാൻ വരാത്തത് എന്ന് വിചാരിച്ച് ആ ഒരു സംഭാരവും മോരും ഉപ്പുമാങ്ങയും ഒക്കെ കുഴച്ച് വെച്ചു. കുറേ നേരം നോക്കിയിട്ടും ഭഗവാൻ വന്ന് കഴിക്കുന്നത് കാണുന്നില്ല. ഉണ്ണിത്തിരുമേനിക്ക് വീണ്ടും സങ്കടമായി. എന്താണ് ഭഗവാൻ കഴിക്കാത്തത്? അങ്ങനെ ഉണ്ണിത്തിരുമേനി കരയാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഇത് കണ്ട ഭഗവാൻ, ഒരു ഉണ്ണിത്തിരുമേനിയുടെ കരച്ചിൽ കണ്ട് ഭഗവാൻ തന്നെ വിചാരിച്ചു ഇത് നേരിട്ട് വന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വന്ന് ഉണ്ണിത്തിരുമേനി ആ ഒരു ചോറ് എല്ലാം കുഴച്ച് ഭഗവാന്റെ വായിൽ വെച്ച് ഉരുളകളായിട്ട് കൊടുത്തു. ഭഗവാൻ മുഴുവനും ഇത് കഴിച്ചു. അത്ര വലിയൊരു ഭക്തിയുടെ, അല്ലെങ്കിൽ അത്രയും വലിയ ആ ഉണ്ണിത്തിരുമേനിയുടെ നിഷ്കളങ്കമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം സമയം പോയത് അറിഞ്ഞില്ല. നട തുറക്കാനുള്ള സമയം കഴിഞ്ഞിരുന്നു. അപ്പോൾ അതറിഞ്ഞ് വാര്യരും മറ്റുള്ളവരുമൊക്കെ ഓടി വരികയാണ്. എല്ലാവരും ഓടി വരികയാണ്. കാരണം നട തുറക്കാൻ സമയമായിട്ടും നട തുറക്കുന്നുമില്ല, ഉണ്ണിത്തിരുമേനിയെ പുറത്തേക്ക് കാണുന്നുമില്ല. നോക്കുമ്പോൾ ഉണ്ണിത്തിരുമേനി അകത്തുനിന്ന് ഇറങ്ങി വരികയാണ്. ഈ ഒരു ഒഴിഞ്ഞ പാത്രവുമായി. നിവേദിച്ചോറൊന്നും കാണാനില്ല. വാര്യർക്ക് അവകാശപ്പെട്ട നിവേദിച്ചോറായിരുന്നു അത്. അത് കണ്ടപ്പോൾ തന്നെ ക്ഷുഭിതനായി വാര്യർ. എവിടെ ഈ ഒരു നിവേദിച്ചോറെന്ന് ചോദിച്ചു. ഉണ്ണിത്തിരുമേനി വളരെ നിഷ്കളങ്കതയോട് പറഞ്ഞു, അത് ഭഗവാൻ കഴിച്ചു. എന്നാൽ ആ ഒരു ഉത്തരം ഇവർക്ക് ആർക്കും വിശ്വസിക്കാനായില്ല. ഭഗവാൻ വന്ന് നേരിട്ട് വന്ന് കഴിക്കുകയോ, എന്താ പറയുന്നേ? ആ ഒരു അവർക്കൊട്ടും വിശ്വസനീയമല്ലാതെ ഉണ്ണിത്തിരുമേനി നുണ പറയുന്നതാണെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും നമ്മുടെ അച്ഛൻ തിരുമേനിയും അങ്ങോട്ടെത്തി. ഇവരെല്ലാവരും കൂടി ഈ ഒരു ഉണ്ണിത്തിരുമേനിയെ തല്ലാനും വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി. അങ്ങനെ കരച്ചിലും നല്ലോണം ഇവരൊക്കെ ശകാരിച്ചു ഉണ്ണി തിരുമേനിയെ.
അത്രയ്ക്കും ആയപ്പോഴേക്കും നമ്മുടെ ഭഗവാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അശരീരി കേട്ടു. ഉണ്ണിത്തിരുമേനിയല്ല തല്ലേണ്ടത്, എന്നെയാണ്. ഞാനാണ് നിവേദിച്ചോറ് കഴിച്ചത്, ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് ഒരു അശരീരി വന്നു. അപ്പോഴേക്കും എല്ലാവരും സ്തബ്ധമായി. എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കി. ഭഗവാനാണല്ലോ അത്. ആ അത്ഭുതപരമായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഭയന്ന് ഭക്തി കൂടി എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ചു, സാഷ്ടാംഗം ക്ഷമ ചോദിച്ചു. ഉണ്ണിത്തിരുമേനിയോട് ഇവർ കാണിച്ച, അല്ലെ ഉണ്ണിത്തിരുമേനിയോട് ഈ മുതിർന്നവർ കാണിച്ച ആ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി. സാഷ്ടാംഗം പ്രണമിച്ച് അവർ മാപ്പ് പറഞ്ഞു. അങ്ങനെ ഒരു കൊച്ചു നിഷ്കളങ്കനായ ഉണ്ണിത്തിരുമേനിയുടെ മുന്നിൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ട ഒരു കഥയാണ് നെന്മിനി ഉണ്ണി നമ്പൂതിരിയുടെ കഥ. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് ഗുരുവായൂരപ്പൻ്റെ ഭഗവാന്റെ സിനിമയിൽ വന്നിട്ടുണ്ട്. അതിലൊരു പാട്ടായിട്ട് തന്നെ ഈ ഒരു ഉണ്ണിത്തിരുമേനി പാടുന്നുണ്ട്. ഭഗവാൻ നിവേദിച്ചോറ് ഉണ്ണാൻ വരാതിരിക്കുന്നത് കണ്ടിട്ട് ആള് പാടുന്നുണ്ട്, ഉണ്ണിത്തിരുമേനി പാടുന്നുണ്ട്, തൻ്റെ പൂജ പിഴച്ചിട്ടോ, മന്ത്രം പിഴച്ചിട്ടോ, പൂജാരിയായി ഞാൻ വന്നിട്ടോ. അങ്ങനെയുള്ള വരികൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതായത് തൻ്റെ പൂജയ്ക്കോ മറ്റു കാര്യങ്ങൾക്കോ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടാണോ ഭഗവാൻ വരാത്തത്, എന്താണ് ഭഗവാൻ നേരിട്ട് വന്ന് ഭക്ഷണം കഴിക്കാത്തത് എന്ന ആ ഉണ്ണിത്തിരുമേനിയുടെ ആശങ്ക ഒരു പാട്ടായിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കഥ. ഗുരുവായൂരപ്പൻ അത്രയ്ക്കും ഭക്തി, നമുക്ക് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി അത്രയും നമുക്ക് ഓരോ ദിവസവും ഓരോ കഥകൾ കേൾക്കുമ്പോഴൊക്കെ കൂടി വരും. അത്രയ്ക്കുമുള്ള അത്ഭുത കഥകളും അനുഗ്രഹങ്ങളും ഒരുപാട് ഭക്തർക്ക് ചൊരിയുന്ന ആളാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ, സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കഥ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ പുതിയ കഥകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.